I kept quiet so I could keep you. And ain't it funny? സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല, സ്നേഹം കാണിക്കണം എന്ന് ചിന്തിക്കുന്നതും ഒരു തെറ്റല്ല. എന്നാൽ തന്നോട് മാത്രം സ്നേഹം കാണിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് വലിയൊരു തെറ്റ്. അങ്ങനെ ഒരാൾ വിചാരിച്ചതുകൊണ്ട് എത്ര ക്രൂരമായ സംഭവം നടന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2021 ഡിസംബർ മാസം 10 ഫിലിപ്പീൻസ്. ഉച്ചയ്ക്ക് ഒരു 3 മണിയോടുകൂടി മഗൂട്ട് എന്നയാളുടെ അയൽവാസി അയാളെ വിളിച്ചിട്ട്, നിങ്ങളുടെ വീട്ടിൽ ഏതോ മോഷ്ടാവ് കയറി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ മക്കളുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവർ നിലവിളിച്ച് കരയുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട മഗൂട്ട് വളരെ ഭയത്തിൽ ഭാര്യയും കൂട്ടിക്കൊണ്ട് അടുത്ത 15 മിനിറ്റിനുള്ളിൽ അയാളുടെ വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ വീടിന്റെ മുൻവശത്തെ കതക് പൂട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ മഗൂട്ടും അയാളുടെ ഭാര്യയും പുറകുവശത്തേക്ക് പോയി. അവിടെ കതക് തുറന്നിരുന്നു. അതുവഴി രണ്ടുപേരും വീടിനകത്തേക്ക് കയറി. ഇങ്ങനെ വീടിനകത്തേക്ക് കയറിയ അവർക്ക് വലിയൊരു ഞെട്ടലായിരുന്നു കാത്തിരുന്നത്. മഗൂട്ടിന്റെ മകനും മകളും രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നതായിരുന്നു രണ്ടുപേരും കണ്ടത്. വീട് മുഴുവനും രക്തമായിരുന്നു. ഇത് കണ്ട അവർക്ക് വിശ്വസിക്കാനായില്ല, ഒന്നും മനസ്സിലായില്ല. വീട്ടിലേക്ക് വന്ന് ആ മക്കളെ കൊന്നതാരും. അവർക്ക് 2 മകളും ഒരു മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു മകളും മകനും മരിച്ചു. ബാക്കിയുള്ളത് ആ ഒരു മകളാണ്. അവൾ എവിടെ? അവൾക്ക് എന്ത് സംഭവിച്ചു? സത്യത്തിൽ പട്ടാപ്പകൽ ആ വീട്ടിലെന്ന് എന്ത് സംഭവിച്ചു? ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി അറിയാൻ പോകുന്നത്. വളരെ വാത്സല്യത്തോടു കൂടി വളർത്തിയ 2 മക്കളും മരിച്ചു കിടക്കുന്നു. അവരുടെ നഷ്ടം സഹിക്കാനായില്ല. ഏതൊരു മാതാപിതാക്കൾക്കും ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല. ഇപ്പോൾ മഗൂട്ടും ഭാര്യയും വല്ലാതെ തളർന്നു പോകുന്നു. മഗൂട്ട് ആദ്യമായി വീട്ടിലേക്ക് കയറിയപ്പോൾ അയാളുടെ മകളായ ക്രിസിലിനെ ആയിരുന്നു കണ്ടത്. അവളുടെ ശരീരം ഒരു വെള്ള തുണി കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. ഇതിനുശേഷം അയാൾ ഭയന്നുകൊണ്ട് അടുത്തുപോയി ആ ഒരു തുണി മാറ്റി നോക്കി. ആ ഒരു ശരീരം കണ്ട് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ക്രിസിലിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന രക്തമെല്ലാം കട്ട പിടിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് നോക്കുമ്പോൾ അയാളുടെ മകൾ മരിച്ച് ഒരുപാട് സമയമായി എന്ന് അയാൾക്ക് തന്നെ മനസ്സിലായി. മകളുടെ ശരീരം മുഴുവനും ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. കത്തി കൊണ്ട് കീറിയതുപോലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. ശരീരം മുഴുവനും നല്ല തണുപ്പാണ്. അവിടെയായി ഉറുമ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസിൽ മരിച്ചു കിടന്ന സ്ഥലത്ത് ഒരു ചുറ്റികയും ബേസ്ബോൾ ബാറ്റും പൊട്ടിയ കണ്ണാടി ചില്ലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മകൻ എവിടെയെന്ന് തിരഞ്ഞു നോക്കാൻ തുടങ്ങി. ഹാളിലേക്ക് പോയി. അപ്പോൾ മകനായ ക്രിസോൾ ഹാളിൽ കിടക്കുന്നത് കണ്ടു. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കട്ട പിടിച്ചിട്ടില്ല. ഇതുപയോഗിച്ച് നോക്കുമ്പോൾ ക്രിസോൾ ഒരു അല്പസമയത്തിന് മുൻപാണ് മരിച്ചതെന്ന് മനസ്സിലായി. ഇപ്പോൾ മഗൂട്ടിന് തോന്നിയത്, ക്രിസോൾ ഇപ്പോഴാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തവൻ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിച്ചു. ഒരുപക്ഷെ ആദ്യത്തെ മകളെ അവൻ ആദ്യം കൊന്നിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് എൻ്റെ 2ാമത്തെ മകനെ കൊന്നിരിക്കാം എന്ന് ചിന്തിച്ചു. ഈ സമയമാണ് അയാൾ വാഷിംഗ് മെഷീൻ അടുത്ത് ഏതോ ഒരു വസ്ത്രം രക്തക്കറയോടുകൂടി കിടക്കുന്നത് കണ്ടത്. ഇത് കണ്ടതും അയാൾക്ക് തോന്നിയത്, സാധാരണ മോഷ്ടിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ ഏതൊരു തെളിവും അവശേഷിപ്പിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വസ്ത്രം ഉപേക്ഷിച്ച് പോയത് എന്ന് ചിന്തിച്ചു. എന്തായാലും പോലീസ് വന്ന് പരിശോധിച്ചിട്ട് മാത്രം അതിൽ തൊട്ടാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് തന്നെ അയാൾ പോയില്ല. ഇപ്പോഴാണ് മഗൂട്ടിന് അയാളുടെ 3ാമത്തെ മകളെ ഓർമ്മ വന്നത്. അവൾ എവിടെയാണെന്ന് വീട് മുഴുവനും തിരയുന്നു. അതിനു മുൻപ് ഇവരുടെ കുടുംബം എങ്ങനെയുള്ളൊരു കുടുംബമാണെന്ന് നോക്കാം. മഗൂട്ട് ഭാര്യ വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷമായി ജീവിക്കുകയാണ്. ഇവർ ഫിലിപ്പീൻസിലാണ് താമസിക്കുന്നത്. മഗൂട്ട് ഒരു സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. അതേ സ്കൂളിൽ ടീച്ചറായിരുന്നു മഗൂട്ടിന്റെ ഭാര്യ. ഇവർക്ക് 18 വയസ്സുള്ള ക്രിസിൽ എന്ന മകളും 16 വയസ്സുള്ള ക്രിസോൾ എന്ന ഒരു മകനും ഉണ്ടായിരുന്നു. ആ സമൂഹത്തിലെ എല്ലാവരും ഇവരുടെ കുടുംബത്തെ ഒരു മാതൃകാ കുടുംബം എന്നാണ് പറയുന്നത്. മക്കൾ 2പേരും നന്നായി പഠിക്കും. അവർ 2പേരുമാണ് ആ സ്കൂളിലെ ടോപ്പേഴ്സ്. ഇങ്ങനെയുള്ള സമയത്താണ് മഗൂട്ട് 17 വയസ്സുള്ള ജാനീസ് എന്ന ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു. നേരത്തെ തന്നെ ഇവർക്ക് 2 മക്കൾ ഉണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് 3ാമതായി ഇങ്ങനെ ഒരു മകളെ ദത്തെടുത്തതെന്ന് ചോദിച്ചാൽ, ജാനീസും ക്രിസിലും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. മാത്രമല്ല മഗൂട്ടിന്റെ ബന്ധു കൂടിയാണ് ജാനീസ്. അവളുടെ കുടുംബം വളരെ ദരിദ്ര കുടുംബമായിരുന്നു. ജാനീസിന് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം പാവപ്പെട്ട കുടുംബമായിരുന്നു അവരുടേത്.
ക്രിസിലിന് ജാനീസിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ജാനീസ് ഒരുപാട് കഷ്ടപ്പെടുന്നതും ദുഃഖിക്കുന്നതും കണ്ടിട്ട് ക്രിസിലിന് സഹിക്കാനായില്ല. അതുകൊണ്ട് ക്രിസിൽ അവളുടെ അച്ഛനായ മഗൂഡിനോട് പറഞ്ഞ് ജനീസിനെ ദത്തെടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ ജനീസിനെ കാണാനും വളരെ പാവം പോലെ തന്നെ തോന്നും. മാത്രമല്ല, ക്രിസിൽ ദത്തെടുക്കാൻ പറഞ്ഞതുകൊണ്ട് മഗൂഡ് മറ്റൊന്നും ചിന്തിക്കാതെ ജനീസിനെ ദത്തെടുക്കുന്നു. ജനീസിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുന്നു. കൂടാതെ അവളുടെ സ്കൂൾ ഫീസ് അടച്ച് അവളെ പഠിപ്പിക്കാനും തുടങ്ങി. ഇപ്പോൾ മഗുഡായാലും അവരുടെ ഭാര്യ ആയാലും ജാനീസിനെ മാത്രമല്ല സഹായിച്ചത്, ഇതുപോലെ ഒരുപാട് കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ഇവർ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മകൾ പറഞ്ഞ ഉടനെ യാതൊന്നും ചിന്തിക്കാതെ ജാനീസിനെ ദത്തെടുത്തത്. ഇങ്ങനെ ദത്തെടുത്തതിന് ശേഷം ജാനീസ് മഗൂഡിന്റെ കുടുംബത്തിലേക്ക് തന്നെ വരുന്നു. ക്രിസിൽ അവളുടെ മുറി ജാനീസുമായി ഷെയർ ചെയ്യുന്നു. ഈ ജനീസ് വന്നതിന് ശേഷം ക്രിസിൽ ഒരുപാട് സന്തോഷിച്ചു. ക്രിസിൽ ജനീസ് ആ വീട്ടിൽ താമസിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. ഇങ്ങനെ രണ്ടുപേരും ഒരേ മുറിയിൽ ഒരുമിച്ച് വളരെ സന്തോഷകരമായി ജീവിക്കുന്നു. ദിവസങ്ങൾ പോകെ ക്രിസിൽ അവളുടെ മുറി മുഴുവനായും ജാനീസിന് വിട്ടുകൊടുത്തിട്ട് ഹാളിലേക്ക് വന്നുറങ്ങാൻ തുടങ്ങി. അത്രത്തോളം അവൾക്ക് ജാനീസിനോട് സ്നേഹമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും യഥാർത്ഥ സിസ്റ്റേഴ്സിനെ പോലെ തന്നെയായിരുന്നു ജീവിച്ചത്. കൂടാതെ രണ്ടുപേരും ഒരുപാട് ടിക്ടോക്ക് വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇവർ പോസ്റ്റ് ചെയ്ത വീഡിയോസ് വളരെ വൈറലായിരുന്നു. തുടർന്ന് വീണ്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഇവരുടെ കുടുംബത്തിലുള്ള 5 പേരും വളരെ സന്തോഷമായി അവരുടെ ജീവിതം നയിക്കുകയായിരുന്നു. ഇത്രയും ദിവസം കുടുംബത്തിൽ പല ദുഃഖങ്ങളുണ്ടായിരുന്ന ജനീസിന് ഇപ്പോൾ അച്ഛൻ, അമ്മ, ചേച്ചി, സഹോദരൻ ഇങ്ങനെ നല്ല സന്തോഷകരമായ ഒരു ജീവിതം കിട്ടി. ഇങ്ങനെയുള്ളപ്പോഴാണ് ഡിസംബർ മാസം 10 മഗൂഡും അയാളുടെ ഭാര്യയും എപ്പോഴത്തെയും പോലെ ജോലിക്കായി സ്കൂളിലേക്ക് പോയി. ക്രിസിൽ, ക്രിസോൾ, ജെനീസ് ഇവർ 3 പേരും മാത്രമാണ് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ഈ കേസിൽ തുടക്കത്തിൽ കണ്ടതുപോലെ മഗൂഡിന് അയാളുടെ അയൽവാസിയിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ വീടിനുള്ളിൽ ആരോ മോഷ്ടിക്കാൻ കയറിയിട്ടുണ്ട്. വീടിനുള്ളിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. മക്കളുടെ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വന്ന മഗൂഡും അയാളുടെ ഭാര്യയും 2 മക്കൾ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടുന്നു. അപ്പോഴാണ് മഗൂഡ് തന്റെ മകൾ ജെനീസ് എവിടെയെന്ന് തിരയുന്നു. ജെനീസ് എന്ന് വിളിച്ചുകൊണ്ട് ആ വീടിന്റെ പല സ്ഥലങ്ങളിൽ തിരയാൻ തുടങ്ങി. തന്റെ 2 മക്കൾക്കും ഇങ്ങനൊരു അവസ്ഥ വന്നു. ജാനീസിന് ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ മുറിയിലും പോയി തിരയുന്നു. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് ജെനീസ് എന്നെ സഹായിക്കണം എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. ഇങ്ങനെ ഓടി വന്ന് മഗൂഡിനെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ മഗൂഡ് ജെനീസിനെ നോക്കി നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ജെനീസും എന്ത് പറ്റിയെന്ന് ഓരോന്നായി പറയാൻ തുടങ്ങി. നിങ്ങൾ 2 പേരും വീടിനുള്ളിൽ ഇല്ലാത്ത സമയം നോക്കി ഇവിടേക്ക് ആരോ മോഷ്ടിക്കാൻ വന്നതുപോലെ എനിക്ക് തോന്നി. എന്തൊക്കെയോ ശബ്ദം കേട്ട് ഞാൻ ഭയന്ന് ഞാൻ എൻ്റെ ബെഡ്റൂമിനുള്ളിലേക്ക് പോയി കഥ കടച്ചു. ഇതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. യാതൊരു ശബ്ദവും കേട്ടില്ല. ഇത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. അപ്പോഴും എന്തോ ശബ്ദം കേട്ടു. ആരായിരിക്കുമെന്ന് ഭയന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് നിങ്ങളെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതെന്നും പറഞ്ഞു. ഇതിൽ ജെനീസിൻ്റെ മറുപടിയെല്ലാം വളരെ വ്യത്യസ്തമായാണ് തോന്നിയത്. അവൾ പറയുന്ന ഒന്നും മഗൂഡിനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അയാൾ ചിന്തിച്ചത് താഴെ അത്രയും വലിയ സംഭവങ്ങൾ നടന്നു, എന്നാൽ യാതൊരു ശബ്ദവും മുകളിൽ കേട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഇത്രയും സംഭവിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ജെനീസ് കുളിച്ചുകൊണ്ട് വന്നത് വളരെ വ്യത്യസ്തമായി തോന്നി. ഇപ്പോൾ ജെനീസിനോട് എന്തോ സംശയം തോന്നാൻ തുടങ്ങി. ഉടനെ മഗൂഡ് പോലീസിന് ഫോൺ ചെയ്ത് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അയാൾ ഫോൺ വിളിച്ച് അല്പസമയത്തിനുള്ളിൽ പോലീസും ആ ഒരു സ്ഥലത്തെത്തി. വന്ന പോലീസുകാരും സംഭവം നടന്ന സ്ഥലം മുഴുവനും ചുറ്റി നോക്കുന്നു. അത് കണ്ടതിന് ശേഷം ജെനീസിനോട് വന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. നിങ്ങൾ ആ സ്ഥലത്ത് എന്തെങ്കിലും കണ്ടോ? സംഭവം നടന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? മോഷ്ടിക്കാൻ വന്നു എന്ന് പറയുന്നു. എത്ര പേർ വന്നു? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇതിന് ജെനീസ് പറഞ്ഞത് മോഷ്ടിക്കാൻ വന്ന ശബ്ദം കേട്ടയുടനെ ഞാൻ മുറിയിലേക്ക് പോയി ഒളിച്ചു. അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും പോലീസുകാർ സംഭവം നടന്ന സ്ഥലത്തേക്ക് തന്നെ ചെന്ന് നോക്കുന്നു. അത് കണ്ട പോലീസുകാർക്ക് ഒരുപാട് സംശയം വരാൻ തുടങ്ങി. ഈ 2 കൊലപാതകവും രാവിലെയാണ് സംഭവിച്ചത്. പൊതുവെ വീടിനുള്ളിൽ മോഷ്ടിക്കാൻ വരുന്നു എന്നുണ്ടെങ്കിൽ അവർ രാത്രി സമയം മാത്രമേ വരൂ, പകൽ സമയം വരില്ല. അങ്ങനെ മോഷ്ടിക്കാൻ വന്നു എന്ന് നോക്കിയാൽ കൂടിയും ആ വീടിനുള്ളിൽ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടാകണം. എന്നാൽ അവിടെ മരിച്ച 2 പേരുടെയും മൊബൈൽ ഫോൺ മാത്രമേ കാണാതായിട്ടുള്ളൂ. വീടിനുള്ളിലെ മറ്റു വസ്തുക്കളെല്ലാം അവിടെ തന്നെയുണ്ട്. ഒന്നും നഷ്ടമായിട്ടില്ല. ഇതുപയോഗിച്ച് നോക്കുമ്പോൾ അന്ന് ആ വീടിനുള്ളിൽ വന്ന കൊലപാതകി വീടിനുള്ളിലെ വസ്തുക്കൾ മോഷ്ടിക്കാൻ വന്നതല്ല, അവരെ കൊല്ലാൻ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത്. പോലീസ് ആ വീടിനുള്ളിൽ മറ്റെന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് തിരഞ്ഞു നോക്കുന്നു. അങ്ങനെ തിരയുമ്പോൾ അവർക്കൊരു ബേസ്ബോൾ ബാറ്റും പൊട്ടിപ്പോയ കണ്ണാടി ചില്ലും ചുറ്റികയും കിട്ടി. ഈ വസ്തുക്കളെല്ലാം മഗൂഡും കണ്ടിരുന്നു. ഇത് കണ്ട ഉടനെ മഗൂഡിന് ഒരു കാര്യം ഓർമ്മ വന്നു. ആ ഒരു വീടിനുള്ളിൽ ചുറ്റികയും ബേസ്ബോൾ ബാറ്റും എവിടെയുണ്ട് എന്നുള്ള കാര്യം ജാനീസിനും ക്രിസിലിനും മാത്രമേ അറിയുകയുള്ളൂ. മാത്രമല്ല ആ ഒരു വീടിനുള്ളിൽ കൊല്ലാൻ എത്രയോ വസ്തുക്കളുണ്ട്.
അടുക്കളയിൽ കത്തി പോലുമുണ്ട്. എന്നാൽ അവയെല്ലാം വിട്ടിട്ട് എന്തുകൊണ്ട് ബേസ്ബോൾ ബാറ്റ് കണ്ടുപിടിച്ചെടുത്ത് അത് ഉപയോഗിച്ച് അടിച്ചു കൊന്നു? അതുമാത്രമല്ല, ആ ചുറ്റിക, ബേസ്ബോൾ ബാറ്റ്, ഇവയെല്ലാം ജെനീസ് മോഷ്ടിക്കാൻ വന്നയാളെ കണ്ട് ഭയന്ന് ഒളിച്ചുവെന്ന് പറഞ്ഞ ആ മുറിയില്ലേ, ആ മുറിക്കുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ മുറിയിൽ വന്ന മോഷ്ടാവ് കയറി ഈ ചുറ്റികയും ബേസ്ബോൾ ബാറ്റും തിരഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ തിരഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജെനീസിനെ കണ്ടിട്ടുണ്ടാകണം. അങ്ങനെ ജെനീസിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കുറഞ്ഞത് ജെനീസെങ്കിലും അയാളെ കണ്ടിട്ടുണ്ടാകണം. ഇപ്പോൾ മകുടിന് തോന്നിയത്, ഈ ഒരു കൊലപാതകത്തിനും ജെനീസിനും എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ഒരു പക്ഷേ ഇത് ചെയ്തത് ജെനീസ് ആയിരിക്കുമോ? അല്ലെങ്കിൽ ആ ഒരു കൊലപാതകയെ ഇതൊക്കെ ചെയ്യാൻ ജെനീസ് സഹായിച്ചിട്ടുണ്ടാകുമോ? ഇങ്ങനെയുള്ള പല സംശയങ്ങൾ അയാൾക്ക് വരാൻ തുടങ്ങി. ഈ സംശയങ്ങളെല്ലാം പോലീസിനോട് പറയുന്നു. ആ സംശയങ്ങളെല്ലാം വളരെ ശരിയായിരുന്നു. ഇപ്പോൾ വീണ്ടും പോലീസുകാർ ആ വീടിനുള്ളിൽ മറ്റെന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന് ഇഞ്ചിഞ്ചായി തിരയാൻ തുടങ്ങി. അങ്ങനെ തിരഞ്ഞപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടി. ആ ഒരു കവറിനുള്ളിൽ രക്തക്കറയുള്ള ഒരു വസ്ത്രമുണ്ടായിരുന്നു. മോഷ്ടിക്കാൻ വന്നവൻ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ട് എവിഡൻസ് ഒന്നും നഷ്ടമാകരുത് എന്ന് മാത്രമേ ചിന്തിച്ചിരിക്കുകയുള്ളൂ. പക്ഷെ അവൻ്റെ വസ്ത്രം തന്നെ കവറിനുള്ളിലാക്കി ഈ വീടിനുള്ളിൽ ഉപേക്ഷിച്ചിട്ട് എന്തിനു പോകണം എന്ന് ചിന്തിച്ച പോലീസിന് ഒന്നും മനസ്സിലായില്ല. ആ വീടിനുള്ളിൽ വന്ന കൊലപാതകി ഇവരെ രണ്ടുപേരെയും സാവധാനം കൊന്നിട്ട് വളരെ സാവധാനം അതേ വീട്ടിൽ തന്നെ കുളിച്ചിട്ട് രക്തക്കറയുള്ള വസ്ത്രമെല്ലാം പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി അടച്ച് പുതുതായി ഒരു വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടാകുമോ? ഇതെല്ലാം ആ വീടിനുള്ളിലുണ്ടായിരുന്ന ജെനീസിന് അറിയില്ല എന്നുള്ളതും വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. ഉടനെ പോലീസുകാർ ആ പ്ലാസ്റ്റിക് കവറിനുള്ളിലെ വസ്ത്രം പിരിച്ചുപോലും നോക്കാതെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ കവറിൽ ചില ഫിംഗർ പ്രിന്റ്സ് ഉള്ളത് ശ്രദ്ധിച്ചു. അവയെല്ലാം വളരെ ഭദ്രമായി സൂക്ഷിച്ചു. കൂടെ തന്നെ ആ കവറിനുള്ളിൽ കിട്ടിയ ആ വസ്ത്രത്തിലുണ്ടായിരുന്ന ബ്ലഡ് സാമ്പിൾസും കളക്ട് ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ അവരുടെ സംശയം തീർക്കാനായി ജെനീസിന്റെ ബ്ലഡ് സാമ്പിളും അവളുടെ ഫിംഗർ പ്രിന്റും കൂടെ ശേഖരിച്ചു. ഇവ രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി, രണ്ടും മാച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ ജെനീസിന്റെ ബ്ലഡ് സാമ്പിൾ, ഫിംഗർ പ്രിന്റ് അവയെല്ലാം 100% മാച്ചായി. ഇത് കണ്ട് എല്ലാവർക്കും വല്ലാത്ത ഞെട്ടലായി. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ചെയ്തത് ജെനീസാണോ? പക്ഷെ ഇപ്പോഴും പോലീസ് ചിന്തിച്ചത് ജെനീസ് നല്ല ഭയത്തിലാണ്. ആ വീട്ടിൽ അന്ന് വന്ന കൊലപാതകി ഒരു പക്ഷേ ജെനീസിനെ ഭയപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുമോ? മറ്റു മാർഗമില്ലാതെ അവളത് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് ചിന്തിച്ചത്. ഇപ്പോൾ ജെനീസിനെ കുറിച്ച് പുറത്ത് പലരോടും അന്വേഷിച്ചപ്പോൾ അവളെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ അറിയാൻ തുടങ്ങി. സംഭവം നടന്ന അന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ജെനീസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ പറഞ്ഞിരുന്നത്, എന്നെ സഹായിക്കണം, എൻ്റെ വീടിനുള്ളിൽ ആരോ മോഷ്ടിക്കാൻ കയറി, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു പോസ്റ്റ് ജെനീസിന്റെ ബോയ്ഫ്രണ്ട് കണ്ട ഉടനെ അവൻ ഭയന്ന് ജെനീസിനെ കോൾ ചെയ്തു. എന്നാൽ ജെനീസ് ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇക്കാര്യം അറിഞ്ഞെന്ന് പോലീസുകാർക്ക് ജെനീസിന്റെ ബോയ്ഫ്രണ്ടിനെയാണ് സംശയം തോന്നിയത്. അങ്ങനെ ബോയ്ഫ്രണ്ടിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ പറഞ്ഞത്, ജെനീസിന് മകുടിന്റെ വീട്ടിലുള്ള ആരെയും തന്നെ ഇഷ്ടമല്ല, അവരെക്കുറിച്ച് എന്നോട് വളരെ മോശമായി അവൾ പറഞ്ഞിട്ടുണ്ട്, ഇതല്ലാതെ മറ്റൊന്നും അറിയില്ല എന്ന് അവൻ പറഞ്ഞു. ജെനീസിനെ ദത്തെടുത്ത മകുട്, അവരുടെ ഭാര്യ, ഇവർ രണ്ടുപേരുടെ സ്നേഹം മുഴുവനും തനിക്ക് മാത്രം കിട്ടണമെന്ന് ജെനീസ് ചിന്തിച്ചിരുന്നു. ജെനീസ് വളരെ അസൂയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ഒരുപാട് ദേഷ്യം വരുമെന്ന് പറഞ്ഞു വന്നാൽ ജെനീസിനൊരു 2 മുഖമുണ്ടായിരുന്നു. ഒന്ന് വളരെ ശാന്തയായ നല്ല കുട്ടി, മറ്റൊന്ന് വളരെ അസൂയയും ദേഷ്യവുമുള്ള ഒരു മുഖം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജെനീസ് എപ്പോഴും മകുടിനെയും ഭാര്യയെയും അങ്കിൾ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ ഡിസംബർ 10 രാവിലെ അവർ അവരുടെ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ അവർ രണ്ടുപേരെയും ജെനീസ് വിളിച്ചത് അച്ഛ, അമ്മ എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ മകുടിന് അത് വളരെ വ്യത്യസ്തമായി തോന്നി. ജെനീസ് അവളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അടുത്ത ചില സമയത്തിൽ തന്നെ അവളുടെ അക്കൗണ്ട് നെയിം ചേഞ്ച് ചെയ്തു. അല്പസമയം കഴിഞ്ഞ് ആ ഒരു പോസ്റ്റ് തന്നെ അവൾ ഡിലീറ്റ് ചെയ്തു. എൻ്റെ ബ്രദർ സിസ്റ്റർ മരിച്ചുപോയതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തിനു വേണ്ടി അവൾ ആ നെയിം ചേഞ്ച് ചെയ്യണം? എപ്പോഴും അങ്കിൾ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ജെനീസ് എന്തിനന്ന് മാത്രം അച്ഛനമ്മ എന്ന് വിളിക്കണം? ഇതുവരെയും പോലീസുകാർ ചിന്തിച്ചത് ആ ഒരു വന്ന മോഷ്ടാവ് ഭീഷണിപ്പെടുത്തി ജെനീസിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല, ജെനീസ് തന്നെയാണ് കൊന്നത് എന്ന് ഉറപ്പിച്ചു. അങ്ങനെ ജെനീസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വീണ്ടും പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ തുടക്കത്തിൽ അവൾ ഒന്നും സമ്മതിച്ചില്ല. ഒരു ഘട്ടത്തിൽ ഈ 2 കൊലപാതകവും താൻ തന്നെയാണ് ചെയ്തതെന്ന് സമ്മതിച്ചു. അവളെ അറസ്റ്റ് ചെയ്തു, അവൾക്ക് ശിക്ഷയും കൊടുത്തു. അവളിപ്പോൾ സോഷ്യൽ വെൽഫെയർ സേഫ് ഹൗസിൽ അവളുടെ ശിക്ഷ അനുഭവിച്ച് കഴിയുകയാണ്. മകുട് തൻ്റെ 2 മക്കളെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. ജെനീസിനെ ദത്തെടുത്ത് അവളെയും സ്വന്തം മകളെ പോലെ തന്നെ സ്നേഹിച്ചു. എന്നാൽ അവൾ അത് അല്പം പോലും ചിന്തിച്ചില്ല. അവൾ ആ വീടിനുള്ളിൽ കയറാൻ കാരണമായിരുന്ന ക്രിസിൽ, അവളുടെ സഹോദരൻ,
ഈ രണ്ടുപേരെയും അവൾ വളരെ ക്രൂരമായി കൊന്നു. ജെനീസ് ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. അവളുടെ സ്വാർത്ഥത മാത്രമായിരുന്നു അവൾക്ക് പ്രധാനം. അവളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇതെല്ലാം ചെയ്തു. നമ്മുടെ ലോകത്തിൽ ഒരുപാട് പേർ അനാഥരായി ജീവിക്കുന്നുണ്ട്. അതിലെ ചിലരെ നല്ല മനസ്സുള്ളവർ ദത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സന്ദർഭമായിരുന്നു ജെനീസിനും കിട്ടിയത്. നമുക്ക് നല്ലൊരു വീടുണ്ട്, ബന്ധുക്കളുണ്ട് എന്ന് ചിന്തിക്കാതെ വളരെ മോശമായ ഒരു കാര്യം ചെയ്തു. അവളുടെ അസൂയയും ദേഷ്യവും കാരണം 2 ജീവനുകൾ നഷ്ടമായി. അവളുടെ ജീവിതവും നഷ്ടമായി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ ഒരു കേസ് വഴി നമ്മളെ ചുറ്റി നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കേസുമായി നമുക്ക് വീണ്ടും കാണാം.